തൃശൂർ അതിരപ്പള്ളി കണ്ണംകുഴിയിൽ ഒറ്റയാൻ കാർ ആക്രമിച്ചു. കണ്ണംകുഴി സ്വദേശി അനിലിന്റെ കാറാണ് കാട്ടാനെ ആക്രമിച്ചത്. ഇന്ന് രാവിലെ 6:30ഓടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ കാറിൽ ഉണ്ടായിരുന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ആനന്ദിലേക്ക് എത്താം. തൃശൂർ അതിരപ്പള്ളി കണ്ണംകുഴിയിൽ ഒറ്റയാൻ കാർ ആക്രമിച്ചു. കണ്ണംകുഴി സ്വദേശി അനിലിന്റെ കാറാണ് കാട്ടാന ആക്രമിച്ചത്. ഇന്ന് രാവിലെ 6:30ഓടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. നേരത്തെ ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ പടയപ്പ ഇറങ്ങിയതിന്റെ വാർത്തകളാണ് സുബിൻ തോമസ് നൽകിയത്. നമുക്കറിയാം, അമരക്കുനിയിൽ കടുവയുടെ ആക്രമണം, ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗശല്യം അതിരൂക്ഷമാകുമ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നാണ് നിരന്തരമായി ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആനന്ദിലേക്ക് പോവുകയാണ്. ആനന്ദ്, തൃശൂർ അതിരപ്പള്ളിയിൽ കണ്ണംകുഴിയിൽ ഒറ്റയാൻ കാർ ആക്രമിച്ചു എന്നാണ് വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? എങ്ങനെയാണ് കാറിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്? രോഹിണി, ഇന്ന് രാവിലെ 6:30 കൂടിയായിരുന്നു ഇത്തരത്തിൽ ഒറ്റയാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതിരപ്പള്ളി കണ്ണംകുഴിയിലാണ് ഈ ഒറ്റയാൻ കാർ ആക്രമിച്ചത്. കണ്ണംകുഴി സ്വദേശിയായിട്ടുള്ള അനിലിന്റെ കാറാണ് കാട്ടാന ആക്രമിച്ചത്. ഈ കാറിന്റെ ഡോറിൽ ഈ ആന കൊമ്പ് കൊണ്ട് കുത്തുകയും തുടർന്ന് കാറ് വലിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ചെറിയ നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളായി ഇത്തരത്തിൽ ഒറ്റയാന്റെ ആക്രമണം, പ്രത്യേകിച്ച് കാട്ടാനകളുടെ ആക്രമണം ഈ മേഖലയിൽ രൂക്ഷമാണ്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് അധികൃതർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഭരണകൂടത്തിനും പരാതി നൽകിയിട്ടും വേണ്ട വിധത്തിലുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെ പരാതി. എന്തായാലും അല്പസമയം മുമ്പ് വരെ കാട്ടാന മേഖലയിൽ തുടരുകയായിരുന്നു ഒറ്റയാൻ. തുടർന്ന് നാട്ടുകാരെല്ലാം കൂടി കാട് കയറ്റുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെ 6:30 കൂടിയാണ് വീണ്ടും കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത്. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.